ഹലോ, അപ്പോൾ ഇത് നമ്മുടെ മലേഷ്യൻ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ചു, അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു ഹോട്ടലിൻ്റെ തൊട്ടപ്പുറത്തൊരു റിവർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു റിവർ കാണാനായിട്ട് പോയി. അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു മോർണിംഗ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത്. അങ്ങനെ തിരിച്ച് നമ്മൾ ഹോട്ടലിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ അതെല്ലാവരും റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്നത് കിംഗ് പാലസിലേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. അപ്പോൾ ഇന്നത്തെ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കിംഗ് പാലസിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കിംഗ് പാലസ്. ആ ഒരു മരങ്ങളുടെ ബാക്കിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എന്നത്തെ പോലെ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു അന്നും. അപ്പോൾ ഇത് നമ്മുടെ മലേഷ്യയിൽ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റില്ല, നമ്മളെ ആ ഒരു പുറത്ത് നിർത്തുള്ളൂ അവർ. അപ്പോൾ ഇതൊരു ഇസ്ലാമിക് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ് ഈ ഒരു ബിൽഡിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ടാണ് കുറേ ഫോട്ടോസൊക്കെ എടുത്തത്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കയറ്റില്ല. പുറത്ത് നമ്മൾ കുറേ അധികം ഫോട്ടോസ് എടുത്തു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ രാജാവ് താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാത്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ആ ഒരു സ്ഥലമൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മളെ പോലെ തന്നെ വേറൊരു ഗ്രൂപ്പും കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ മലേഷ്യ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ബ്ലൂ തൊപ്പിയായിരുന്നു, ഞങ്ങൾക്കും ബ്ലൂ തൊപ്പിയായിരുന്നു. പക്ഷേ ഡിഫറൻസ് ഉണ്ടായിരുന്നു തൊപ്പിക്ക്. രണ്ടും ബ്ലൂ ആയിരുന്നു പക്ഷേ കളറ്. ആ ഒരു പാലസിൻ്റെ അവിടെ തന്നെ നല്ല ഏരിയ ഉണ്ട് കേട്ടോ. നല്ല ഏരിയ ഉള്ളൊരു പാലസാണത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാലസ് കാണാനായിട്ട്. അതിൻ്റെ പുറത്തൊക്കെ നല്ല നീറ്റ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ സൈഡിൽ ആയിട്ട് കുറേ മരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി ഫോട്ടോസ് എടുക്കാനായിട്ട്. കാരണം വെയിലത്ത് നിന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ അത്ര കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ആളൊക്കെ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വന്നു. അപ്പോൾ നമ്മളങ്ങനെ നടക്കുന്ന സമയത്താണ് ഡബിൾ ഡെക്കർ ആയിട്ടുള്ള ബസ് കണ്ടത്. ഇത് ഒരു മ്യൂസിയമാണ് കേട്ടോ. നാഷണൽ ടെക്സ്റ്റൈൽസ് മ്യൂസിയമാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല, ജസ്റ്റ് പുറത്തുനിന്നേ കണ്ടുള്ളത്.
അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്ഥലം KL ടവറാണ്. അപ്പോൾ ഇതാണ് കേട്ടോ KL ടവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 421 മീറ്റർ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലം കാണാനായിട്ട്. ഫുള്ള് പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആയിരുന്നു അത്. അപ്പോൾ ഈ ഒരു ടവർ എന്ന് പറയുന്നത് 7th ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിങ് ടവറാണ് കേട്ടോ. നമ്മുടെ ലോകത്തിലെ ഒരു ടെലികമ്മ്യൂണിക്കേഷനായിട്ട് ടവറാണ് കേട്ടോ അത് വേൾഡിലെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റും, പക്ഷേ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയില്ല. ആ ഒരു സ്റ്റെപ്പ് കണ്ടില്ല, അവിടം വരെ ഞങ്ങൾ കയറിയുള്ളൂ കേട്ടോ. പിന്നെ അവരിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ആ സ്റ്റെപ്പ് കയറിയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ആ ഒരു ടവർ നമുക്ക് കുറച്ചും കൂടി അടുത്ത് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, നമ്മൾ നേരത്തെ നിന്ന് സ്ഥലത്ത് നിൽക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ സ്റ്റെപ്പ് കയറി ഒക്കെ കഴിയുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് നമ്മളിതാ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അടുത്ത സ്ഥലം ഇൻഡിപെൻഡൻസ് സ്ക്വയർ പാർക്കാണ് കേട്ടോ അടുത്ത സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മളവിടെ എത്തി. അപ്പോൾ ഇത് അടിപൊളി ഒരു സ്ഥലമായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു വെള്ളത്തിൻ്റെ നടുക്കാണ് ഈ ഒരു ആർമിക്കാരുടെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് സ്റ്റാച്ചു കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നടന്നിട്ട് ഒരു വെള്ളത്തിൻ്റെ നടുക്കാണ് ഈ ഒരു ആർമിക്കാരുടെ സ്റ്റാച്ചു ഉള്ളത്. നല്ല അടിപൊളി ഒരു പ്ലേസ് ആയിരുന്നു ഇത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ കണ്ടില്ലേ, അതൊരു വെള്ളത്തിൻ്റെ നടുക്കാണ് ആ ഒരു സ്റ്റാച്ചു വന്നിട്ടുള്ളത്. അത് നമ്മൾ ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലത്തെ ഒരു സ്ഥലമുണ്ട്, അതിൽ കൂടെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. കണ്ടില്ല, ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ കൂടെ നടന്നിട്ടാണ് ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ 95 മീറ്റർ ഫ്ലാഗ് പോളാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നത് നമ്മുടെ മലേഷ്യക്ക് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന്, ബ്രിട്ടീഷ് റൂളിൻ്റെ കയ്യിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ ഒരു ആർമിയുടെ ഒരു സ്റ്റാച്ചു, അതായത് ഇൻഡിപെൻഡൻസ് സ്ക്വയർ പാർക്ക് കേട്ടോ.
അപ്പോൾ ആ ഒരു ഫ്ലാഗ് അവർ അവിടെ റേസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 31 കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കണ്ടതാ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അവിടെ തന്നെ ഒരു ഗാർഡൻ ഉണ്ട്, ആ ഒരു പാർക്കിൻ്റെ അവിടെ തന്നെ തൊട്ടപ്പുറത്തൊരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഗാർഡനിലേക്ക് പോകാനുള്ള വഴി. നല്ല അടിപൊളി ഗാർഡൻ ആയിരുന്നു കേട്ടോ. നല്ല ഗ്രീനറി ഒക്കെ നിറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഗാർഡൻ കാണാനായിട്ട്. അത് കണ്ടില്ലേ, ബോഗൻവില്ല ചെറിയ മരത്തിൽ, അതായത് നമ്മുടെ നാട്ടിൽ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ബോഗൻവില്ല കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഗാർഡനല്ല, ഒരു നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ല ഒരു ഫ്ലവേഴ്സ് അങ്ങനെ ഇല്ല, പക്ഷെ ഫുള്ള് ഗ്രീനറി ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ നടക്കുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡിലൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് ഫാൻറ്റ വാങ്ങിയിട്ടുണ്ടായിരുന്നു നടന്ന് ടയേർഡായപ്പോൾ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കടന്നാൽ നമ്മുടെ ബസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫാൻറ്റ വാങ്ങി. അപ്പോൾ നമ്മൾ പോവാനായിട്ട്, അപ്പോൾ അത് കുടിക്കേണ്ട തിരക്കിലായിരുന്നു. വീഡിയോ എടുക്കാൻ ഞാൻ അച്ചാടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ബസ്സിൽ കയറ്റാനായിട്ട് സമ്മതിക്കുക കേട്ടോ അവർ. കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. ബസ്സിൽ കയറി അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ അടുത്ത സ്ഥലം എന്ന് പറയണത് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയൊരു പ്ലേസ് ആയിരുന്നു അത്. ഫുള്ള് നമ്മൾ നേരത്തെ ഒരു ഗാർഡൻ കാണിച്ചില്ലേ, അതേപോലെ തന്നെ ഒരു പ്ലേസ്. ജസ്റ്റ് ഒരു 2 മിനിറ്റൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം പോയൊരു പ്ലേസാണ് കേട്ടോ അത്. പക്ഷെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഫോട്ടോസൊന്നും എടുത്തില്ല, വെറുതെ അങ്ങോട്ട് പോയേ ഉള്ളൂ. ജസ്റ്റ് നടന്നു അവിടെ നിന്ന് തിരിച്ചു വന്നു, അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു പ്ലേസ്. ഫുള്ള് മരങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ളൊരു സ്ഥലമായിരുന്നു അത്. ഇരിക്കാനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ ആ പ്ലേസ് കണ്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് ബസ് ഇട്ട സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. നമ്മളപ്പോൾ ബസ്സിലേക്ക് കയറാനായിട്ട് പോവാണ്. ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റൊക്കെ അവിടെ നിർത്തിയതാണ്. അങ്ങനെ നമ്മൾ
ബസ്സിൽ കയറി. ഇതൊരു നാഷണൽ മോസ്ക് ആണ് കേട്ടോ ഈ കാണുന്നത്. അത് നമ്മൾ ബസ്സിലിരുന്ന് കണ്ടുള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത സ്ഥലം ഒരു ചോക്ലേറ്റ് ഫാക്ടറി ആയിരുന്നു. അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് ഫാക്ടറി. പക്ഷേ ഇവിടുത്തെ ചോക്ലേറ്റിന് നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ളിൽ കയറാനായിട്ടൊരു ID കാർഡ് പോലത്തെ ഒരു സാധനം കിട്ടും. അപ്പോൾ ഇതിട്ടിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. ചോക്ലേറ്റ് നോർമൽ നമ്മുടെ നാട്ടിൽ ഉള്ള പോലെ തന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി. പക്ഷേ ഇവിടുത്തെ കുറച്ചും കൂടി നല്ല ചോക്ലേറ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു റൂബി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. റൂബി അതായത് റെഡ് കളറിൽ ഉള്ളൊരു ചോക്ലേറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇതേപോലെ ചോക്ലേറ്റ്സ്, കൊക്കോയുടെ കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ അവരുടെ ജേണി, അതുപോലെ തന്നെ ചോക്ലേറ്റിനെ പറ്റി കുറേ സ്റ്റോറീസ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ചോക്ലേറ്റിനെ പറ്റി ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടക്കണം. അപ്പോൾ ഇതാണ് അവർ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. കണ്ടില്ലേ, അവിടെ അവർ ചോക്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവിടെ കയറുമ്പോൾ അവർ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ്സ് തരും കേട്ടോ. ഒരു ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റും. ഇത് ഫുൾ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ്സിന്. നല്ല റേറ്റുള്ള കടയായിരുന്നു, ഫാക്ടറി ആയിരുന്നു. നല്ല കാശ് കൊടുക്കണം എന്നാലേ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടെ അത്ര എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ക്യൂ. ഇവിടെ നിന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു ഫുഡ്. റൈസ്, ചിക്കൻ, അതുപോലെ തന്നെ ഫിഷ് കറി, പിന്നെ സാലഡ്. നമ്മൾ ഫുഡ് കഴിച്ചാൽ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ചൈന ടൗണിലേക്കാണ് പോകുന്നത്. അതായത് അവിടെ എല്ലാ സാധനത്തിനും ചീപ്പ് റേറ്റിൽ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ ചീപ്പ് റേറ്റ് ഒന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു സെൻട്രൽ മാർക്കറ്റ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചൈന ടൗണിലേക്ക് പോകുന്നത്. അപ്പോൾ ചൈന ടൗണിൽ ചീപ്പ് റേറ്റ് എന്നൊക്കെ കിട്ടുമെന്നൊക്കെ പറയും. പക്ഷേ ചീപ്പ് റേറ്റ് ഒന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല റേറ്റൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ സുധമ്മായിക്ക് മാംഗോ സ്റ്റിക്കി റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാംഗോ സ്റ്റിക്കി റൈസ് അതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതൊരു നമ്മുടെ മാള് പോലെ തന്നെ. പിന്നെ ഞങ്ങൾ നടക്കുമ്പോഴാണ് അവിടെ ഒരു അടിപൊളിയായിട്ട് വരയ്ക്കുന്ന ഒരാളെ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അയാൾ യൂസ് ചെയ്യുന്ന പെന്നും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഇട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. മെസ്സി, അതുപോലെ തന്നെ വിജയ്, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഷാരൂഖ് ഖാനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. നല്ല നമുക്കിങ്ങനെ അവിടെ നിന്ന് അത് നോക്കി നിൽക്കാൻ തോന്നും. അതേപോലെ നടക്കുമ്പോഴാണ് അവിടെ ഒരു അടിപൊളിയായിട്ട് വരയ്ക്കുന്ന ഒരാളെ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്.
അയാൾ യൂസ് ചെയ്യുന്ന പെന്നും കൈയൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഇട്ടാണ്. നല്ല പെണ്ണുണ്ടായിരുന്നു കാണാനായിട്ട്. മെസ്സി, അതുപോലെ തന്നെ വിജയ്, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഷാരൂഖ് ഖാനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. നമുക്കിങ്ങനെ അവിടെ നിന്ന് അത് നോക്കി നിൽക്കാൻ തോന്നും. അതേപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അടിപൊളിയായിട്ട് അയാൾ വരയ്ക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നടന്ന് ഞാൻ പറഞ്ഞില്ലേ ചൈന ടൗൺ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അത് നടന്നിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ ഇതാണ് ചൈന ടൗണിലേക്കുള്ള വഴി. അപ്പോൾ അവിടെ കണ്ടില്ലേ കുറേ ഫ്ലവേഴ്സ് ബൊക്ക പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. വലിയ ബ്ലാക്കിൽ റെഡ് ഫ്ലവേഴ്സൊക്കെ വന്നിട്ട് അങ്ങനെയുള്ള ബൊക്കകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നു. പിന്നെ സുധമ്മായിക്കൊക്കെ വയ്യാണ്ടായി. അപ്പോൾ പിന്നെ ഞാനും അച്ചായും അമ്മയും ആളും മാത്രമായിട്ടോ ഞങ്ങൾക്ക് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ച് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞില്ലേ. 2 പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു. അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മലേഷ്യ പോകണമെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ മാംഗോ സ്റ്റിക്കി റൈസ്. പിന്നെ നമ്മളൊരു കരിക്കൊക്കെ കുടിച്ചു. പിന്നെ നൈറ്റ് ഇതാണ് കേട്ടോ ഫുഡ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. അന്ന് കുറച്ച് നേരത്തെ നമ്മൾ റൂമിലെത്തി കേട്ടോ. ഒരു 7 മണി ഒക്കെ ആയപ്പോഴത്തേനും, ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ റൂമിലെത്തി. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നൈറ്റാണ് മലേഷ്യയിലെ. നാളെ നമ്മൾ പോവാണ് ഇവിടെ നിന്ന്. നാളെ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിലെത്തും. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലെത്താറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.